എന്നാലും അബദ്ധം പറ്റി താഴെ വീണാനുള്ള സാധ്യത ഉണ്ടല്ലോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റിന്നിരിക്കില്ലേ. അങ്ങനെ ഈ ഗ്ലാസ് താഴെ വീണാനുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ചോദിച്ചത്. നിനക്കിപ്പോ എന്നോട് ചോദിക്കാനുള്ളത് എന്തായാലും ഈ ഗ്ലാസിന്റെ കാര്യമല്ല. അതെന്താണെന്ന് പറയൂ. അല്ല, എനിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. ഇന്നലെ കോടതി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഫോൺ എടുത്തിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നപ്പോ കോടതിയുടെ മുന്നിലെ ആ സ്റ്റെപ്പില് കാല് ചെറുതായിട്ടൊന്ന് തട്ടി വീഴാൻ പോയി. അപ്പോ കയ്യിലിരുന്ന ഫോൺ തെറിച്ച് കോടതി മുറ്റത്തേക്ക് വീണു. അതെ, അപ്പോ ഫോൺ പൊട്ടി. തിരക്കുള്ളൊരു വില്ലേജ് ഓഫീസർ, കളക്ടറും തഹസിൽദാരും ഒക്കെയാണ് എന്നെ വിളിക്കാറുള്ളത്. അങ്ങനെയുള്ള എനിക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്ന് വെക്കാമെങ്കിൽ നിനക്കും അങ്ങനെ വെക്കാം. ഫോൺ വാങ്ങാൻ ഞാൻ പൈസ തരില്ല. ഒരു മൊബൈൽ ഫോൺ വാങ്ങാനുള്ള പൈസയെല്ലാം ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്റെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മോനോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഫോൺ വാങ്ങാനുള്ള പൈസ മോഹന ട്രെയിനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മോഹനോട് തിരിച്ചു തന്നോളാം. തീർന്നില്ലേ പ്രശ്നം? തീർന്നില്ല. ഞാൻ ഫോൺ വാങ്ങാൻ പൈസ തരില്ല. ശരി, ഞാൻ വേറെ ആരെങ്കിലും കടം വാങ്ങിച്ചോളാം. അഡ്വക്കേറ്റ് സത്യഭാമ ഒരു 20,000 രൂപ കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരാനേ ഒരുപാട് ആളുകളുണ്ടാവും. 20,000 രൂപയോ? ഒരു ഫോണിനോ? അത് കൊള്ളാലോ. ഭാമേ, നീ എത്ര ഫോണാണ് വാങ്ങാൻ പോകുന്നത്? ഒരു ഫോൺ, അതിന്റെ ആവശ്യമല്ലേ എനിക്കുള്ളൂ. ഒരു ഫോണിനാണോ 20,000 രൂപ? മോഹനേട്ടാ, നല്ല ഫോൺ വാങ്ങണമെങ്കിൽ അത്രയും കൊടുക്കണം. അത് ശരിയാണ് സാറേ. വക്കീലൊരു വക്കീലല്ലേ, അപ്പൊ ഫോൺ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ കാണും. എല്ലാ സൗകര്യമുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ ആവും. ഫോണിന് 20,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലല്ലോ. അങ്ങനെ ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ അവൾ എന്നോട് പറയുക, അവൾ കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി ഫോൺ വാങ്ങുമെന്ന്. എങ്ങനെയെങ്കിലും ഇത് മുടക്കി പറ്റൂത്തമാ അല്ലേ സാറേ? വക്കീല് 20,000 രൂപ ചോദിച്ചാൽ ആരാണ് കൊടുക്കാത്തത്? അത് മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി വക്കീല് കടം വാങ്ങുന്നതിന് മുമ്പ് സാറാ പൈസ കൊടുക്കുന്നതാണ് നല്ലത്. 20,000 രൂപയോ? എന്റെ ഒരു മാസം ശമ്പളം 24,000 രൂപയാണെന്ന് ഉത്തമൻ അറിയാലോ. പക്ഷേ സാറേ, എല്ലാ മാസവും ഫോൺ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇക്കാര്യത്തിൽ സാറ് വാശി കാണിച്ചു കഴിഞ്ഞാൽ വക്കീൽ അതിനേക്കാൾ വലിയ വാശി കാണിക്കും. അപ്പൊ ഫോണിന്റെ വില 20,000 നിന്ന് 25,000 രൂപ ആവും. അതിനേക്കാൾ നല്ലത് സാറായിട്ട് ഫോൺ വാങ്ങാൻ കാശ് കൊടുക്കുന്നതാണ്. നിനക്കിപ്പോ എന്താ വേണ്ടത്? എല്ലാ സൗകര്യമുള്ള ഫോൺ വേണം, അത്രേ ഉള്ളൂ. മോഹനന്റെ ഫോൺ ഉണ്ട്? അല്ല, ഈ പുതിയ ഫോണുകളിൽ വില കുറച്ച് വിൽക്കുന്ന ഒരാളെ എനിക്കറിയാം. നല്ല ഫോണാ, പക്ഷെ അയാളാണെങ്കിൽ ചെറിയ ലാഭം എടുക്കും. അതുകൊണ്ട് തന്നെ കടയിൽ കിട്ടുന്നതിന്റെ പകുതി വിലക്ക് ഫോൺ കിട്ടും. പകുതി വിലക്കോ? നിനക്ക് ഈ ഫോൺ വിൽപ്പനയെ പറ്റി ശരിക്കും അറിയില്ല. വിൽക്കുന്നതിൽ പകുതി ലാഭമാണ് എന്നാണ് പറയുന്നത്. അതായത് നീ 20,000 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ അവർക്ക് 10,000 രൂപ ലാഭം കിട്ടുക. എന്തിനാണ് ആ പൈസ അവർക്ക് കൊടുക്കുന്നത്? നിനക്കൊരു നല്ല ഫോൺ കിട്ടിയ പോരെ, അത് ഞാൻ കൊണ്ടുവന്നരും. 10,000 രൂപ വിലയുള്ള ഫോണാ, പുത്തൻ സാധനം. സാർ എനിക്കൊരു 15,000 രൂപ ഇങ്ങ് തന്നാ മതി. അല്ല, പുതിയ ഫോണാണെങ്കിൽ അങ്ങനെ വില കുറച്ച് വിൽക്കണ എന്തിനാ? സാറിന് സംശയം ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോ, എനിക്കും വല്ലതും കിട്ടണ്ടേ. എനിക്ക് വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ തിരിച്ചു വിളിക്കുമായിരിക്കും. 10,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. 10,000 രൂപ അത് മതി സാറേ. സ്വയംപ്രഭയ്ക്ക് ഫോൺ ഒരെണ്ണം ഉണ്ടല്ലോ. 10,000 ഞാൻ തരാം. എനിക്ക് തന്നേക്ക്. സാറിന് ഇവിടത്തേക്കല്ലേ? മൊബൈൽ ഫോൺ സാറേ, സംഭവം എന്താണെന്ന് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച ഈ ഗോവിന്ദൻകുട്ടി സാറ് ടൗണിലെ കടയിൽ നിന്ന് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങി. മൊബൈലുമായി സാർ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെയൊക്കെ കാണിക്കുകയും ചെയ്തു. നല്ല അടിപൊളി ഫോൺ. പക്ഷേ വൈകുന്നേരം വീട്ടിൽ പോകാൻ നേരത്ത് നോക്കുമ്പോ ഫോൺ കാണുന്നില്ല. ആരോ അടിച്ചു മാറ്റി. അന്നത്തെ ദിവസം ഒരുപാട് പേര് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരാരോ കൊണ്ടുപോയതാ. ഗോവിന്ദൻകുട്ടി, നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം.
എന്റെ ഭാര്യ സത്യഭാമ ഇന്നലെ അവളുടെ ഫോൺ തറയിലിട്ട് പൊട്ടിച്ചു. ശ്രദ്ധ കുറവ് അല്ല എന്താ? പക്ഷേ ഞാൻ ഇന്ന് അവൾക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തു. ഒരുപാട് പൈസയായി.